നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു ഇത്. അതായത് നമ്മുടെ ബീഡ്സും ചാംസും അങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ. ആ ഒരു വീഡിയോന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു, ഇത് ഓർഗനൈസറിലേക്ക് വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അപ്പം നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ ബീഡ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കറ്റിലുള്ള ബീഡ്സ് ആണ് നമ്മളിപ്പോൾ ആദ്യം ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ആ ഒരു പാക്കറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇടാൻ വേണ്ടി നോക്കിയെങ്കിലും കുറേ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഇടാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കയ്യിലുള്ള വേറൊരു ബീഡ്സിന്റെ സെറ്റ് ആണ് ഇത് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു പാക്കറ്റിലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എളുപ്പമായിരുന്നു നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാണിക്കുന്ന ബീഡ്സും ചാംസും ഒക്കെ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റിവ്യൂസ് ഒക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ബോയും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ കുറച്ചധികം ആയതുകൊണ്ട് തന്നെ ഞാൻ ആ പ്ലാസ്റ്റിക് ഡിവൈഡർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ കാണിക്കേണ്ടത് നമ്മുടെ റെസിൻ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ലോക്കറ്റ്സ് ആണ്. അപ്പോൾ അതാണെങ്കിൽ പല ഷേപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെയും വീഡിയോസ് നമ്മൾ ചെറിയ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഗോൾഡ് കളറിൽ മാത്രമല്ല, നമുക്കിത് ഇതുപോലെ സിൽവർ കളറിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്രയും ബീഡ്സ് മേടിക്കുന്നതിന് മുന്നേ പണ്ട് മേടിച്ചതാണ് ഈ ചെറിയ ചെറിയ ബീഡ്സുകൾ. അപ്പോൾ അതും കൂടി നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല, എന്തായാലും ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്ത് മാറ്റിയല്ലോ എന്ന്. ആക്ച്വലി അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെടുത്ത് മാറ്റിയത്. സാധാരണ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, അൻസില. അവൾ വീട്ടിൽ പോയോണ്ടാണ് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റാണ്ടിരുന്നത്. എന്തായാലും പുതിയൊരു വാൾപേപ്പർ മേടിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം ഇനിയും വീഡിയോസ് ഒക്കെ എടുത്ത് തുടങ്ങാൻ. അങ്ങനെ നമ്മുടെ എല്ലാ ബീഡ്സ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ബീഡ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇയറിംഗ്സ്, ചെയിൻസ്, റിംഗ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആണ്. അത് മാത്രമല്ല ഈ ഒരു ബോക്സിന് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. അതായത് 143 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഒക്കെ ലിങ്ക് വേണ്ടവർക്ക് യൂട്യൂബ് ആണെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഹൈലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ബീഡ്സിൻ്റെ ചാംസിൻ്റെ ഒക്കെ ലിങ്ക് വേണ്ടവർക്കാണെങ്കിൽ ഓൾറെഡി നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഹൈലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി കയറി നോക്കാം.